ഹലോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചേച്ചിയോടെ എത്തിയിട്ട് ഇന്നലെ നൈറ്റ് ഞങ്ങളിവിടെ കിടന്ന് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് സോമേഴ്സ്ബി വാട്ടർഫോളിലേക്കാണ് കേട്ടോ. അത് നമ്മുടെ NSW സെൻട്രൽ കോഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗോസ്ഫോർഡിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് ഡ്രൈവാണുള്ളത് കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴിയിൽ നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ രണ്ട് സൈഡിലും മരങ്ങളും കയറ്റും ഇറക്കുകയൊക്കെയാണ്. പോകുന്ന വഴിക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വേണ്ട അങ്ങനെ ഒരു ചെറിയ ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് എത്തുകയാണ്. ഇനി എന്തായാലും ക്ലൈമറ്റ് അത്യാവശ്യം നല്ല സണ്ണിയാണ്, അതുകൊണ്ട് അധികം തണുപ്പൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. വേണ്ട 2-3 കാറൊക്കെ കിടപ്പുണ്ട്, അധികം ആൾത്തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ട്രിപ്പിൻ്റെ മെമ്പേഴ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഈ കാർ പാർക്കിങ്ങിൽ നിന്ന് നോക്കുമ്പം കാണുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുന്നേ ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ ഈ സ്റ്റെപ്സോ അല്ലെങ്കിൽ ഈ ചെറിയ കാണുന്ന ബിൽഡിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ കുറേ റെനോവേഷൻ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കിയാലോ, എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു ബോർഡ് കണ്ടു കേട്ടോ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് പെറ്റ്സിനെയൊന്നും നമ്മുടെ കൂടെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ താഴെ നമുക്ക് ഇറങ്ങി പോയി കാണുന്ന സ്ഥലമാണ്. അവിടെ ജൂൺ 30 മുതൽ ഒക്ടോബർ 10 വരെ അവിടെ പണി നടക്കുന്ന കാരണം അങ്ങോട്ട് ഇറങ്ങി പോയെന്ന് കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അവിടെ പോയെന്ന് മേളിൽ നിന്ന് കാണാമെന്ന് മാത്രമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. കേട്ടില്ലേ, നമുക്ക് മെയിനായിട്ട് പോകേണ്ട സ്ഥലം ക്ലോസ്ഡ് ആണെന്ന്. അതായത് ഈ ട്രിപ്പ് ഏകദേശം ഒരു ഫ്ലോപ്പായെന്ന് ഇപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു കേട്ടോ. എന്തായാലും വന്നതല്ലേ, ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടാക്കാം. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം ഇടതുവശത്തായിട്ട് 2 സെക്ഷനിലായിട്ട് ബാർബിക്യൂ സെറ്റപ്പ് കാണാം കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് അവർ ചെയ്തതാണ്. ഈ സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു പിക്നിക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതേപോലെ മീറ്റ് അല്ലെങ്കിൽ ഫിഷൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ബാർബിക്യൂ ചെയ്ത് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. പിക്നിക് ടേബിൾസ് ഒരു 3-4 എണ്ണം ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണിത് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾ ഇതേപോലെ ഒന്നും കൊണ്ടുവന്നില്ല. വീഡിയോ എടുക്കുന്നതിനിടയിൽ നോക്കിയപ്പം ഇതേ ഒരു ബുഷ് ടർക്കി. ഇത് ഓസ്ട്രേലിയയിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. കൂടുതലും ഈ കാടിൻ്റെ സൈഡിൽ അതുപോലെ പാർക്ക് ഏരിയകളിൽ അങ്ങനെയൊക്കെ നമുക്കിതിനെ കാണാൻ പറ്റും. ഇതധികം പറക്കത്തില്ല, കൂടുതലും നിലത്തൂടെ ആയിരിക്കും നടക്കുന്നത്. ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ആണാണെങ്കിൽ ഇതിനൊരു മഞ്ഞ തൂവൽ കാണും കേട്ടോ. മനുഷ്യനെ ഒന്നും യാതൊരു കൂസലും ഇല്ല ഇതിനെ, കാരണം ഇതിങ്ങനെ കണ്ട് ഇതിന് ശീലമായി തഴമ്പിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കി ഇന്നിപ്പം വേറെ 2 എണ്ണം ഓടി വരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വരുന്നതായിരിക്കും. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിനെ കണ്ടപ്പം കേട്ടോ. ഈ കാണുന്ന ചെടി കണ്ടോ, ഇത് നമ്മുടെ ഓസ്ട്രേലിയയുടെ നേറ്റീവ് പ്ലാന്റ് ആണ്. NSWയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ ഇലയാണെങ്കിൽ ഒരു 2 മീറ്റർ പൊക്കത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കും. തണ്ടാണെങ്കിൽ ഒരു 6 മുതൽ ഒരു 8 മീറ്റർ വരെ പൊക്കമെങ്കിലും ഇങ്ങനെ വളർന്നു പോകും കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മെറൂൺ കളറുള്ള നല്ല പൂക്കളുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണം ഇങ്ങനെ കൂട്ടമായിട്ട് നിൽപ്പുണ്ടേ. ഇതുപോലെ ഇടയ്ക്കൊക്കെ മിക്ക ഈ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. മുന്നോട്ട് വന്നപ്പം എല്ലാവരും ഒരിടത്ത് കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടു കേട്ടോ. അവിടെ നോക്കിയപ്പം നമ്മുടെ ഈ സോമേഴ്സ്ബി വാട്ടർഫാളിനെ കുറിച്ചുള്ള ഒരു മാപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റോഡ് മാപ്പും ഈ വാട്ടർഫാളിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതുപോലെ നമ്മൾ മുന്നേ കണ്ട ഫ്ലവറാണിത് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് നടന്നെടുക്കുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ ഇരമ്പിൽ കേൾക്കാം കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയേ. എന്തായാലും ഭാഗ്യമില്ലാത്തതിനാൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം വർക്ക് നടക്കുന്നതിനാൽ ഇത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇനി ഒരു ഒക്ടോബർ പകുതിക്കൊക്കെ അവർ ഓപ്പൺ ആക്കത്തുള്ളൂ. നമുക്കിത് അറിയത്തില്ലായിരുന്നു, എന്തായാലും വന്നു വിട്ടു. അപ്പം കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്ന് ഈ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുഞ്ഞുങ്ങൾ അവിടേക്ക് നിന്ന് കുറച്ച് നേരം ഓടിയൊക്കെ കളിച്ചു. ഞങ്ങൾ പതുക്കെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. ആമിക്കൊച്ചിനാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. പിള്ളേർക്കൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പാണല്ലോ. പിള്ളേർക്കല്ല, നമുക്കെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ. അപ്പം ഒരു റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 11:30 ആയതേ ഉള്ളൂ സമയം. ഇവിടെങ്ങും അധികം റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം, മറക്കാതെ കാണണം കേട്ടോ. അപ്പം ഇനി കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.